ഇന്ത്യയിൽ പഞ്ചസാര വില അനിയന്ത്രിതമായി വർദ്ധിക്കുന്നു. കഴിഞ്ഞ 12 ദിവസത്തിനിടെയാണ് വില ഇത്രയും ഉയർന്നത്. പഞ്ചസാര ഉൽപ്പാദനം കുറഞ്ഞതും കരിമ്പ് വലിയ രീതിയിൽ എഥനോൾ നിർമ്മാണത്തിന് ഉപയോഗിച്ചതുമാണ് വില ഉയരുന്നതിനുള്ള പ്രധാന കാരണമായി പറയുന്നത്. എന്നാൽ ഉത്സവകാലത്തെ വിലക്കയറ്റം തടയാൻ ഇറക്കുമതി തീരുവ വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്ര നീക്കം. ഉത്സവകാലത്ത് 8ന്റെ പണി എഥനോൾ തിരിച്ചടിച്ചു. ഇനി ചായ കുടിക്കാനും ബേക്കറി പലഹാരങ്ങൾ വാങ്ങുന്നതിനും ഓണത്തിന് പായസമുണ്ടാക്കാനും ചെലവ് കൂടും. വരാനിരിക്കുന്ന ഓണം, ദീപാവലി തുടങ്ങിയ ഉത്സവ സീസണുകൾ പ്രമാണിച്ച് മധുര പലഹാരങ്ങൾ ഉണ്ടാക്കാൻ ഇനി പഞ്ചസാര ഒഴിവാക്കേണ്ടി വരും. നമുക്കറിയാം, ചായയിൽ പഞ്ചസാര ഒഴിവാക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇപ്പോൾ ആരോഗ്യത്തിന് മാത്രമല്ല, പോക്കറ്റ് കാലിയാകാതെയും സൂക്ഷിക്കാം. കാരണം പഞ്ചസാര വില കുതിക്കുകയാണ്. 2 ആഴ്ചയ്ക്കിടെ ഞെട്ടിക്കുന്ന വിലവർദ്ധനവ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. ഏകദേശം 20% പഞ്ചസാര വില കൂടിയിരിക്കുന്നു. അതെ, ഇന്ത്യയിൽ പഞ്ചസാര വില അനിയന്ത്രിതമായി വർദ്ധിക്കുകയാണ്. ഓഗസ്റ്റ് 7 ശേഷം കേവലം 12 ദിവസത്തിനുള്ളിലാണ് ഇത്ര വലിയ മാറ്റം. 19 മുതൽ 21% വരെ വിലവർദ്ധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിലും പൊള്ളുന്ന വിലയാണ് പഞ്ചസാരയ്ക്ക്. കിലോയ്ക്ക് 52 രൂപയായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ പഞ്ചസാരയ്ക്ക് 62 രൂപയ്ക്ക് മുകളിലായി ഉയർന്നിട്ടുണ്ട്. കരിമ്പിന്റെ ഉൽപാദനത്തിലുണ്ടായ കുറവ് തന്നെയാണ് ഇതിലെ പ്രധാന ഘടകം. മറ്റൊന്ന്, എഥനോൾ ഉൽപാദനത്തിനായി കരിമ്പ് കൊണ്ടുപോകുന്നത് വലിയ മാറ്റത്തിന് വഴിവെച്ചെന്നും വ്യാപാരികൾ പറയുന്നു. രാജ്യത്ത് വിപണിയിൽ ആവശ്യമുള്ളത് പ്രതിമാസം 24 ലക്ഷം മെട്രിക് ടൺ പഞ്ചസാരയാണ്. നടപ്പ് സീസണിൽ 342 ലക്ഷം മെട്രിക് ടൺ ഉൽപാദനം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത് 308 ലക്ഷം മെട്രിക് ടണ്ണിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്തത്. ഇതിൽ 28 ലക്ഷം മെട്രിക് ടൺ പഞ്ചസാര എഥനോൾ നിർമ്മാണത്തിനായി മാറ്റിവെച്ചു. അതോടെ ആഭ്യന്തര വിപണിയിലേക്കുള്ള ലഭ്യത 280 ലക്ഷം മെട്രിക് ടണ്ണായി കുറഞ്ഞു. നേരത്തെ വിലക്കയറ്റം തടയാൻ കേന്ദ്ര സർക്കാർ പഞ്ചസാര കയറ്റുമതി നിരോധിച്ചിരുന്നു. എങ്കിലും അതിനു മുമ്പ് തന്നെ 8 ലക്ഷം മെട്രിക് ടൺ പഞ്ചസാര കയറ്റുമതി ചെയ്യുകയും ചെയ്തു. നിലവിലെ സാഹചര്യം കണക്കുകയാണ്. അതിനാൽ തന്നെ നവംബർ 30 വരെ വ്യാപാരികൾക്ക് സ്റ്റോക്ക് പരിധി ഏർപ്പെടുത്തി സർക്കാർ നിയന്ത്രണം കടുപ്പിച്ചിട്ടുണ്ട്. ഉത്സവകാലം വരാനിരിക്കെ പഞ്ചസാരയുടെ ആവശ്യം ഇനിയും വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനാൽ വില ഇനിയും ഉയരുമെന്ന ആശങ്കയിലാണ് ഉപഭോക്താക്കളും സാധാരണ കുടുംബക്കാരും. പ്രത്യേകിച്ച് തിരുവോണം, ഗണേശ ചതുർത്ഥി, ദസറ, ദീപാവലി തുടങ്ങിയ ആഘോഷങ്ങൾ അടുത്തെത്താനായതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ വില ഇനി 100 കടക്കുമോ എന്നൊരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യം തുടർന്നാൽ അതും ഉടൻ തന്നെ സംഭവിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധരും പറയുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.